എൻ്റെ പേര് സിനിമോൾ എന്നാണ്. ഞാൻ വയനാട് ജില്ലയിൽ തൊണ്ടർനാട് പഞ്ചായത്തിൽ 3-ാം വാർഡ് കരിമ്പിൽ താമസിക്കുന്നു. ഞാനൊരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ DM ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരു മനുഷ്യാവകാശ സംഘടനയുടെ നാഷണൽ കമ്മിറ്റി മെമ്പറാണ്. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള ദീപേഷ് മാഷാണ്. മാഷ് മനുഷ്യാവകാശ സംഘടനേൻ്റെ ഒരു പരിപാടിയിൽ വെച്ചാണ് എന്നെ കണ്ടുമുട്ടുന്നത്. അപ്പം അവിടെ നിന്ന് സാറ് പറഞ്ഞു, നിങ്ങൾ ഇവിടെയൊന്നും നിൽക്കേണ്ട ആളല്ല, നിങ്ങൾ നമ്മുടെ ഫാമിലിയിലേക്ക് വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്നത്. വലിയ മനസ്സോട് കൂടിയിട്ടൊന്നുമല്ല ഞാൻ വന്നത്. പിന്നെ സാറങ്ങനെ നിർബന്ധിച്ചത് കാരണം കയറി നോക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു കയറിയത്. കയറിയപ്പോൾ എനിക്ക് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ നല്ല ഒരു ഉന്മേഷമൊക്കെ കിട്ടിയിരുന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എന്നാൽ നാളെ രാവിലെയും കയറി നോക്കാം എന്ന് വിചാരിച്ച് രാവിലെയും കയറി. അങ്ങനെ രാവിലെ വൈകുന്നേരം മുടങ്ങാതെ ഞാൻ കയറിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മെഡിറ്റേഷൻ കിട്ടി. എനിക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാനിതിലേക്ക് വരുമ്പോൾ ഒരുറച്ച തീരുമാനത്തിലായിരുന്നു വന്നിട്ടുള്ളത്. ഇനി ഞാൻ മെഡിസിൻ കഴിക്കുന്നില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടുള്ളത്. അപ്പം ഞാൻ വന്നപ്പം ഇങ്ങനെ ആരോഗ്യ പ്രശ്നം മെഡിസിൻ നിർത്തിയ കാര്യമൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞപ്പോഴത്തേനും എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, നിങ്ങൾ ഡോക്ടർ പറയാതെ ഇത്രയും വലിയ അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമല്ലേ, നിർത്തരുതെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് ചിരിച്ച് തള്ളി. അപ്പം പിന്നെ എനിക്ക് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെക്കപ്പിന് പോകുന്നത്. ചെക്കപ്പിന് പോകാണ്ടിരിക്കാൻ കാരണം എനിക്ക് ലേശം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കപ്പിന് പോകുമ്പോൾ നല്ലൊരു തുക എനിക്ക് വരും, ചെക്കപ്പ് ചെയ്ത് മരുന്ന് മേടിച്ച് വരുമ്പോൾ. അപ്പോൾ ആ മാസം പോകാനും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ വൈകിയത്. പിന്നെ ഞാൻ എന്നും മറ്റുള്ളവരുടെ കൈയും കാലും പിടിക്കേണ്ട എന്നൊക്കെ ഉള്ളൊരു ആ തോന്നലിൽ ഞാൻ ഇത് മെഡിറ്റേഷൻ ചെയ്ത് കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കാമെന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഈശ്വരൻ എന്നെ തുണച്ചു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും എന്തായാലും പോയെന്ന് ചെക്കപ്പ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് പോയി നോക്കുമ്പോഴത്തേനും ഷുഗർ നോർമലായിട്ടുണ്ട്, പിന്നെ തൈറോയ്ഡ് നോർമലായിട്ടുണ്ട്. അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും വ്യത്യാസം വന്നപ്പോൾ ഡോക്ടർക്ക് തന്നെ അതിശയമാണ്. ഞാൻ എന്താണ് കഴിച്ചതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാനൊന്നും കഴിച്ചില്ല, പിന്നെ ഇതേപോലെ മെഡിറ്റേഷനും യോഗയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഒരു അതിശയമായിപ്പോയി. പിന്നെ എൻ്റെ സ്വഭാവത്തിൽ തന്നെ വളരെയധികം വ്യത്യാസം വന്നു. എന്താണെന്ന് പറഞ്ഞാൽ ദേഷ്യം കുറേ കുറഞ്ഞു, ക്ഷമിക്കാനുള്ളൊരു കഴിവ് കിട്ടി. പിന്നെ ക്ഷമയാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായി. പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് വെയിറ്റുള്ള ഒരാളായിരുന്നു. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 87 കിലോ ഉണ്ടായിരുന്നു. അപ്പം അതിപ്പം 72 കിലോ ആയിട്ട് മാറിയിട്ടുണ്ട്. മൊത്തത്തിൽ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരെല്ലാം പറയാൻ തുടങ്ങിയിട്ടുണ്ട്, സിനിമകൾക്കൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന്. അപ്പം നീ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, തടി കുറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മരുന്നൊന്നും കഴിക്കുന്നില്ല, പക്ഷേ ഇങ്ങനെ മെഡിറ്റേഷനും യോഗയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്കിതിൽ പറയാനുള്ളത്, എൻ്റെ ഒരു ആഗ്രഹം ഡ്രൈവിങ് പഠിക്കണമെന്നായിരുന്നു. ആ ഡ്രൈവിങ് ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് മാർച്ച് മാസം ആകുമ്പോഴത്തേനും ഞാൻ ലൈസൻസ് എടുക്കും. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതെൻ്റെ ഒരു സ്വപ്നമാണ്. പിന്നെ എനിക്ക് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുറേ സ്ത്രീകളും അമ്മമാരൊക്കെ ഉണ്ടാവും, അവരെയൊക്കെ സംരക്ഷിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അത് ഞാൻ നടപ്പിലാക്കുകയും ചെയ്യും. അത് ഉറച്ച തീരുമാനത്തിലാണ്. പിന്നെ നമ്മൾ GS ഫാമിലിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിഷമങ്ങൾ, എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമുക്ക് എല്ലാവരോടും നമ്മുടെ കൂട്ടുകാരോട് തുറന്ന് പറയാൻ പറ്റും. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അമ്മയ്ക്ക് അമ്മയായിട്ടും അച്ഛനായിട്ടും ആങ്ങളമാർക്ക് ആങ്ങളമാരായിട്ടും ചേച്ചിക്ക് ചേച്ചിയായിട്ടും അനിയത്തിമാർക്ക് അനിയത്തിമാരായിട്ടും എല്ലാ വിധത്തിലുള്ള ആൾക്കാരും ഇതിലുണ്ട്. അപ്പം നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് എൻ്റെ മനസ്സിലെ വേദനകളും വിഷമങ്ങളൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ ഫാമിലിയിൽ. അപ്പം അങ്ങനെ പറഞ്ഞ് നമ്മൾ പെയ്തൊഴിയുമ്പോഴാണ് നമ്മളെ മനസ്സ് ശാന്തമാവുന്നത്. അപ്പം നമ്മൾക്കൊരു കൂട്ടുകാർ വേണം. നല്ല കൂട്ടുകാരുണ്ടെങ്കിലേ നമ്മൾക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് അങ്ങനത്തെ നല്ല കൂട്ടുകാരെല്ലാം നമ്മുടെ GS ഫാമിലിയിലുണ്ട്. അത് കാരണം വന്നവരാരും കൊഴിഞ്ഞു പോകരുത്. വരാനുള്ളവരെ കൂട്ടുകാരെ മറ്റുള്ളവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കണം. എനിക്ക് അത്രമാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. എനിക്കെന്തായാലും സന്തോഷമാണ്, ഞാൻ ഹാപ്പിയാണ്. ജയ് GS ഫാമിലി.